ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് എടുത്തു. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബിഗ് ബോസ് സംബന്ധമായിട്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് ജസ്റ്റ് ഒരു ഈയിടെയായിട്ട് റീസെൻ്റ്ലി നമ്മളെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയൊരു ഡിസ്കഷൻ ടോപ്പിക്കാണ്. അത് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വെച്ചിട്ടാണ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ സംഭവത്തിലേ ഉള്ളൂ, ഈ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ, കാരണം ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ലാലേട്ടന് ചെയ്ത് നല്ലതോ ചീത്തതോ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ, അതായത് ഒടിയന് ശേഷം എന്തെങ്കിലും, കാരണം നമുക്കറിയാം ലാലേട്ടൻ ഫിസിക്കലി ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒടിയന് ശേഷം. ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിനുശേഷം ലാലേട്ടൻ നേരിടേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഓൾറെഡി. സോ അപ്പോൾ അത് സത്യത്തിൽ എന്താണ് ലാലേട്ടൻ ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ഒരു കരിയറും അല്ലെങ്കിൽ ഒരു നോക്കുമ്പോൾ ഒടിയന് ശേഷം അല്ലെങ്കിൽ ഒടിയൻ കൊണ്ട് ലാലേട്ടൻ എന്തെങ്കിലും ഉപകാരവും ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം ഞാനിവിടെ പറയാൻ എനിക്കുള്ളത് കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഭയങ്കരമായിട്ട് മൂപ്പർക്ക് എന്താ പറയുക, അതിൻ്റെ ഫിസിക്കലി ഇപ്പം നോക്കും നിങ്ങൾ എന്ത് ഫിറ്റായിട്ടാണ് ലാലേട്ടനെ ഒടിയന് ശേഷം നമുക്ക് കാണുന്നത്. ഫേസ് നമുക്കിപ്പോൾ മാറ്റി വെക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ ഫിസിക്കലി ഭയങ്കര ഫിറ്റായിട്ട് നല്ല യങ് ആയിട്ടാണ് അതിന് ശേഷം നമുക്ക് ലാലേട്ടനോട് കാണാൻ പറ്റിയത്. എന്താ പറയുക, ഇപ്പം ഇന്നേ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ പോലും ലാലേട്ടൻ അത് ഭയങ്കരമായിട്ട് സിനിമകൾക്കും അദ്ദേഹത്തിൻ്റെ ഇത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫിസിക് ചേഞ്ച് ആയത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് 100% ഉറപ്പാണ്. ആ ഫിസിക് ചേഞ്ച് ആയത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ് ആ ഒടിയന് വേണ്ടി ചെയ്ത ബോട്ടക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് അത് ആ ബോട്ടക്സ് പറഞ്ഞ കാര്യമൊന്നും അതൊന്നും ഭയങ്കര എന്താ പറയുക, ഒരു നമ്മളിതുവരെ കേൾക്കാത്ത അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അത് ഭയങ്കരമായിട്ട് എല്ലാ ആക്ട്രസുമാരും പലരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. സോ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുന്നതിനാണ് എനിക്കും തോന്നുന്നത്. കാരണം നമ്മളെ ഫേസിലൊക്കെ ആ ഒരു ചബ്ബിനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യും. സോ അത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം അദ്ദേഹം താടി വെച്ചിട്ട് അഭിനയിക്കുകയുള്ളൂ. അതിന് ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ഇവിടെ ഭയങ്കര ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് തന്നെ നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയുന്നത് കൊണ്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഹൃദയ പൂർവ്വം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് അത് ചെറിയ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ചില എക്സ്പ്രഷൻസ് ചെയ്യുമ്പോൾ അതിൽ പണ്ടത്തെ അദ്ദേഹത്തിൻ്റെ നമ്മൾ സരസിദ്ധമായ അദ്ദേഹത്തിൻ്റെ അഭിനയം അത് കാണിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ചില പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് നമ്മൾ സത്യസന്ധമായി നോക്കുമ്പോൾ എത്ര പേർക്ക്, കാരണം അത് നമുക്ക് പറയാൻ ഇപ്പം എന്താ, ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടറാണ് ലാലേട്ടൻ എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. അത് ഇനിയിപ്പം എവിടെയും തെളിയിക്കേണ്ട ഒന്നും കാര്യമില്ല. മലയാളത്തിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടറിൽ ഒരാളാണ് മോഹൻലാൽ. സോ പക്ഷേ എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ട്രെയിലറിൽ പോലും എനിക്ക് അദ്ദേഹം ചില എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഭയങ്കര അദ്ദേഹത്തിന് കുട്ടിത്തം നിറഞ്ഞ അല്ലെങ്കിൽ റൊമാൻസ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഭാവങ്ങൾ കാണിക്കുമ്പോൾ അത് എനിക്കിപ്പോഴും അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ആ ഫേഷ്യൽ എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. അത് കറക്റ്റായിട്ടുണ്ട്. എന്തോ ഒരു ചെറിയൊരു അരോചക ഭാവം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കതൊന്നും അറിയാം. കാരണം ഞാൻ എന്താ പറയുക, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഈ ഫേസിലുള്ള പേശികൾക്കൊക്കെ ചില ബോക്ടസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എനിക്ക് തോന്നുന്നില്ല മാറ്റാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ മൂപ്പര് പഴയ രീതിയിലേക്ക് ചബ്ബിയായിട്ട് മാറേണ്ടി ഫേസൊക്കെ. ഞാനത് ഭയങ്കരമായിട്ട് കീനായിട്ട് ഒബ്സർവ് ചെയ്തു. നമുക്ക് ഫീൽ ചെയ്യാത്ത പടങ്ങൾ ഇതൊക്കെ ലൂസിഫറൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ലൂസിഫറിലുള്ള ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റോൺ ഫിഗർ അങ്ങനത്തെ ഒരു വേർഡ് യൂസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മമ്മൂക്ക ബിലാലിലൊക്കെ കൊടുത്ത പോലത്തെ ഒരു ആക്ഷൻ, ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ഉണ്ട്. അതായത് ഒരൊറ്റ എക്സ്പ്രഷൻ പിടിച്ചിട്ടുള്ളത് അതാണ് ലൂസിഫർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സംഭവം അതിൽ ഫീൽ ചെയ്തില്ല ലൂസിഫർ എന്ന സിനിമയിൽ. എന്നാൽ അത് അല്ലാതെ നമ്മൾ ചില സിനിമകളൊക്കെ നോക്കുമ്പം ഇപ്പോൾ പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫേസിൽ ചില പ്രശ്നങ്ങൾ, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ഫേസിലുള്ള മസിൽസിൻ്റെ പ്രശ്നങ്ങളാണ്. അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാനിതൊരു ടോപ്പിക്കായിട്ട് പറയാൻ കാരണം ഒടിയന് ശേഷം നല്ല കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഫിസിക്കാണ്. അതിൻ്റെ ഫിസിക്ക് അദ്ദേഹം ഇപ്പോഴും ഈ വയസ്സിലും അദ്ദേഹം എമ്മാതിരി ഫിറ്റ്. പണ്ടും അദ്ദേഹം ഫിസിക്കലി ഫിറ്റാണ് ഇൻസൈഡ്, ബട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എന്താ പറയുക, കാണാനും ഭയങ്കര യങ് ഫിറ്റായിട്ട് ആ സിനിമയ്ക്ക് ശേഷമാണ് കാണുന്നത് നമ്മൾ. അതൊരു ഗുണമാണ് ആ ഒടിയൻ കൊണ്ടുണ്ടായത്. എന്നാൽ ഈ ഒരു സംഭവം ഫേസിൽ വന്ന ചില മാറ്റങ്ങൾ അത് എനിക്ക് ഇപ്പോഴും അതിന് ശരിയാവുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ അത് ഉണ്ട്, നമ്മൾ എത്ര പറഞ്ഞാലും അത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയ കാര്യം. നിങ്ങൾക്ക് എന്താണ്? കാരണം അത് ലാലേട്ടനെ പോലത്തെ ഒരു ആക്ടർക്ക് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഒന്നും എവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട്. ബട്ട് ഈ ഒരു സംഭവം ഈ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ട്രെയിലറിൽ പോലും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ പ്രശ്നങ്ങളൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ്, ഈ കാണുന്ന എല്ലാവരെക്കാട്ടും വലിയ ഫാനായിരിക്കും ഞാൻ. പക്ഷെ നമ്മൾ ചെറിയ കാര്യങ്ങൾ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് നമുക്ക് പറയാൻ നല്ലൊരു കുഴപ്പമില്ല. ഇതിപ്പം നമ്മൾ ആരും കുറ്റവും കാര്യങ്ങളൊന്നുമല്ല.
സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.